കവർ അല്ലെങ്കിൽ ഒരു പുറംചട്ട എന്ന് പറയുന്നത് എപ്പോഴും അതിനെ നമ്മളിങ്ങനെ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനകത്തുള്ളത് പിന്നീട് എടുത്തതിന് ശേഷമല്ലേ വായിച്ചത്. ഇത് അഭിപ്രായം പറഞ്ഞാണ്, ഒരു വ്യത്യസ്തമായ അഭിപ്രായം എന്നുള്ളത് എതിർത്ത് പറഞ്ഞതല്ല. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോഴേ ഇത് ഇത്ര 66 പേജുള്ള മാസികയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇന്നലെ വൈകുന്നേരം പറഞ്ഞിട്ട് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മൊത്തം വായിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ച് മാത്രമേ വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ പറയാം. ഞാനിത് ഈ ചർച്ച അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഒരാളാണ്. അതിന് ആദ്യത്തെ എഡിറ്റോറിയൽ നന്നായിട്ടുണ്ട്. എഡിറ്റോറിയലിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലളിതമായ ഭാഷ ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത് എത്രയേ ഉള്ളൂവെങ്കിൽ അത് അവസാനം വരെ വായിച്ചിട്ടേ വയ്ക്കുള്ളൂ. അതിനകത്ത് ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അറിവ് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എനിക്ക് എൻ്റേതായിട്ട് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാര്യം എനിക്ക് പിടികിട്ടി. 2006 ഈ UDF സർക്കാർ 2006 അധികാരം വിട്ടൊഴിഞ്ഞ് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് 8ാം ശമ്പള കമ്മീഷൻ വയ്ക്കുന്ന സമയത്ത് അതിനകത്ത് നേരിട്ട ആദ്യത്തെ 6 ശമ്പള സ്കെയിലുകാർക്ക് രണ്ടാമത് സർക്കാർ വരുമ്പോൾ അത് കുറവാണെന്ന് കണ്ട് കൂട്ടി കൊടുത്തു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അങ്ങനെ സാധാരണ സർക്കാരൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൽ വായിക്കാൻ സാധിച്ചു. അതുപോലെ രണ്ടാമത് അതിനകത്ത് ഞാൻ ഇങ്ങനെ പറയണമെന്നായിരുന്നില്ല വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ചുരുക്കിപ്പോയത്. VS അമരസ്മരണയുടെ മറുപേര് എന്ന് പറഞ്ഞിട്ട് KV സുധാകരൻ എഴുതിയ ആർട്ടിക്കിൾ വായിച്ചു. അത് ഞാൻ ഈ പറഞ്ഞത് തന്നെ, എൻ്റെ ഭാഷയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ലളിതമായി സാധാരണ ഈ ചില പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പുസ്തകം ഇടതുപക്ഷക്കാരുടെ അനുഭവമുള്ള മാസികകളുടെ പുസ്തകം എടുക്കുമ്പോൾ അതിനകത്ത് നമ്മളെ പെട്ടെന്ന് തളർത്തിക്കുവാനുന്നത് അതിനകത്ത് ഈ ഭൗതികമായ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ഭൗതികമായ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിന് സ്വാഭാവികമായി ഒരു സാധാരണ വായനക്കാരൻ തളർന്നു പോകും, മൊത്തം വായിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ പുസ്തകത്തിന്, നമ്മുടെ ഈ മാസികക്കകത്ത് ലളിതമായ ഭാഷയാണെങ്കിലും അതിൻ്റെ ശക്തിയുണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസത്തിനുള്ള ഒരു മാസികയാണ്. നമുക്ക് കുറച്ച് മൊത്തം വായിച്ച് തീർക്കാൻ സാധിക്കും. ഏറ്റവും എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് 8 കവിതകൾ കൊടുത്തു എന്നുള്ളതാണ്. കവിത ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ളതിന് ഇന്നത്തെ മാസികകൾ നമ്മൾ അല്ലെങ്കിൽ പതിപ്പെടുത്തും. മലയാളം, സമകാലിക മലയാളമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ 2 കവിത കൂടുതൽ അവർ കൊടുക്കാറില്ല. കഥയുമൊക്കെ അങ്ങനെ തന്നെയാണ്. കഥയ്ക്ക് എന്നാലും കുറച്ചുകൂടെ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 കവിത കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു 66 പേജുള്ള ഒരു പുസ്തകത്തിൽ 8 കവിത കൊടുക്കുക എന്ന് പറയുന്നത് അത് ആ സാഹിത്യത്തിനോടുള്ള സ്നേഹമാണ്. ആ കവിതകളും മെച്ചപ്പെട്ട കവിതകളാണ്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയാനൊന്നും നമുക്കിപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള കവിതകളൊക്കെ തന്നെയാണ് അതിനകത്ത് കൊടുക്കുന്നത്. കഥ ഞാൻ വായിച്ചിട്ടില്ല, അതിന് സമയം കിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ടതില്ല. ഇനി ഇതിനകത്ത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുമായി സഹകരണം നടത്തിയിട്ടുള്ള അഭിമുഖമുണ്ട്. അഭിമുഖം വായിക്കുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് നമ്മളിപ്പം ബസ്സിൽ കയറിയാലും ഇല്ലെങ്കിലും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അടയാളമാണ്. നമ്മുടെ KSRTC എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തോ ആണെന്നുള്ളൊരു തോന്നലുള്ള ഒരാളാണ് ഞാൻ. പലരും അങ്ങനെയായിരിക്കും. അതിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ തറവാട് ക്ഷയിച്ചു പോകുന്നത് ഒരു സങ്കടം തോന്നുന്നത്. അതിപ്പോൾ ലാഭത്തിലാണെന്ന് കാണാൻ സാധിക്കുക. അതിന് ഇപ്പോൾ പുതിയ ഇടതുപക്ഷ വകുപ്പിൻ്റെ മന്ത്രി ഗണേഷ് കുമാർ എടുത്തിട്ടുള്ള ചില അതിൽ നോക്കൂ, 168 ബാങ്കുകളിലായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബാങ്കുകളായിട്ടാണ് ഇതിൻ്റെ പൈസ കൈകാര്യം ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് നഷ്ടത്തിൽ പോയെന്ന് നമുക്ക് ചിലപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവാതെ പോയത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരണം. അതെല്ലാം കൂടെ ഒറ്റ അക്കൗണ്ടിലാക്കിയിട്ട് ക്രയവിക്രയം, അതായത് നമുക്കപ്പോൾ ഇനി എത്ര ബാക്കിയുണ്ട്, എത്ര ചിലവായി എന്നുള്ളത് എളുപ്പമാണല്ലോ. ഈ 168 കണ്ടുപിടിച്ച് വരുമ്പോൾ അടുത്ത മന്ത്രിസഭയുടെ സമയമാവും. അതാണ് എൻ്റെ പ്രത്യേകത. അത് അടുത്ത് ഓരോന്നും ഉപയോഗിക്കുന്നു. അവിടെ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തി വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറയും. ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം. കഴിഞ്ഞ കുറച്ച് നാളിന് ശേഷം ഇതിൻ്റെ ലേ ഔട്ട് മറ്റുള്ള മാസികകളിൽ നിന്ന് വളരെ മനോഹരമാണ്. പണ്ടത്തെ കേരള സർവീസ് എടുക്കുമ്പോൾ ഇതിങ്ങനെ വലിച്ചു വാരിയിട്ടേക്കുന്നതായിട്ട് കാണും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കവിതയൊക്കെ എവിടെയൊക്കെ ഒളിച്ചു കിടക്കുന്നതായിട്ട് കണ്ടെടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കൃത്യമായി നല്ലൊരു ലേ ഔട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ.